നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആദ്യം നമ്മൾ ശബരിമലയിലേക്കാണ് പോകുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്നു. സന്നിധാനത്ത് കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. വിവരങ്ങളുമായി ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, മണ്ഡലകാലത്ത് കണ്ട അതേ ഒരു തിരക്ക് ഇന്ന് ഈ മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുന്ന ദിവസവുമുണ്ടോ? പുതിയ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഈ മകരവിളക്ക് ഉത്സവ കാലത്തേക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്? അതായത് ഗോകുൽ, മണ്ഡലകാലത്തു കണ്ട സമാനമായ തിരക്കിന് യാതൊരു കുറവുമില്ല എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഇന്നും വെർച്വൽ ക്യൂ വഴി ഏതാണ്ട് 80,000-ത്തിലധികം വരുന്ന ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇത് കൂടാതെ ഏതാണ്ട് 1,00,000-ത്തിലധികം വരുന്ന തീർത്ഥാടകർ ഇന്നും ഈ ശബരിമല സന്നിധാനത്തേക്ക് വരാൻ വേണ്ടി നിലക്കലിലും പമ്പയിലും ഒക്കെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷേ കാര്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ എന്തായാലും ഏർപ്പെടുത്തിയിട്ടില്ല. 36 കേന്ദ്രങ്ങളിൽ പ്രത്യേകം സിവിൽ ഡിഫൻസ് സേനയെ ഇതിനകം തന്നെ വിന്യസിച്ച് കഴിഞ്ഞു. അവരായിരിക്കും ഇനി മറ്റു കാര്യങ്ങൾ, അതായത് കുടിവെള്ളം അടക്കമുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അവർ ചെയ്യുമെന്നാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അധികൃതരും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഓരോ പോയിന്റിലും ഉന്നത ഉദ്യോഗസ്ഥർക്കും പ്രത്യേക ചുമതല ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഇതിനെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്നത് ADGP MR അജിത് കുമാർ ആയിരിക്കും. അദ്ദേഹം അടുത്ത ദിവസം തന്നെ വീണ്ടും ശബരിമലയിൽ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ ഇത്തവണ ആളുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്, പോലീസിന്റെ എണ്ണം കുറച്ച് കൂട്ടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള വിവിധ പോയിന്റുകളിൽ കൃത്യമായ രീതിയിൽ ആളുകളെ കടത്തിവിടുന്നത് ഈ പോലീസ് സേനയായിരിക്കും. അവർക്ക് അതിനുവേണ്ടിയുള്ള പരിശീലനം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സന്നിധാനത്തെ തിരക്കിന് കാര്യമായ കുറവില്ല. മറ്റു മേഖലകളിൽ ഈ വലിയ നടപ്പന്തലിലും ചെറിയ നടപ്പന്തലിലും ക്യൂ അടക്കം ഒഴിവാക്കാൻ ഉള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുമുണ്ട്. ശരി, ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. സന്നിധാനത്ത് വലിയ തിരക്ക്, അത് മണ്ഡലകാലത്ത് കണ്ട അതേ സമാനമായ നിലയിൽ ഇപ്പോൾ മകരവിളക്ക് ഉത്സവത്തിനായി ഇന്ന് നട തുറക്കുമ്പോഴും തിരക്കുണ്ട്. കൂടുതൽ ക്രമീകരണങ്ങൾ, തിരക്കൊഴിവാക്കാനുള്ള കൂടുതൽ സേന വിന്യാസമൊക്കെ സന്നിധാനത്തുണ്ടാവുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ അവിടെ മകരവിളക്ക് വരെ പതിവിലും ഏറെ, അല്ലെങ്കിൽ മണ്ഡലകാലത്ത് കണ്ടതിനേക്കാൾ കൂടുതൽ ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. പാർട്ടി കാര്യങ്ങൾ ആലോചിക്കാറില്ലെന്ന VM സുധീരന്റെ വിമർശനത്തിന് പരസ്യ മറുപടിയുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ. സുധീരൻ പാർട്ടി യോഗത്തിൽ ഏറെ നാളിനു ശേഷം കയറി വന്നയാളാണ്. വീട്ടിൽ പോയി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ പാർട്ടി വിട്ടു എന്ന് പറഞ്ഞിരുന്നുവെന്നും K സുധാകരൻ. എന്നാൽ പാർട്ടി വിട്ടുവന്ന വാക്കുകൾ മിനിറ്റുകൾക്കുള്ളിൽ K സുധാകരൻ തിരുത്തി. ഇനി സഹകരിക്കാനില്ലെന്നാണ് VM സുധീരൻ പറഞ്ഞതെന്നാണ് തിരുത്ത്. VM സുധീരൻ ഉന്നയിച്ച വിഷയങ്ങൾ 2 മണിക്കൂർ ചർച്ച ചെയ്തെന്നും അതിനു മുൻപ് VM സുധീരൻ മടങ്ങിയെന്നും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പറഞ്ഞു. സലീം മാലിക് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സലീം, ദീപാദാസ് മുൻഷി പങ്കെടുത്ത ആദ്യ യോഗത്തിൽ നേതാക്കൾക്കിടയിലെ ഒരു തർക്കം അല്ലെങ്കിൽ അസ്വാരസ്യമൊക്കെ പുറത്തു വരുന്നു. VM സുധീരന് ഒരു രൂക്ഷമായ ഭാഷയിലുള്ള മറുപടി അത് മയപ്പെടുത്തുന്നുണ്ട് KPCC പ്രസിഡന്റ്. എന്താണ് ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ? നേതൃത്വത്തിനോട് VM സുധീരന്റെ വിമർശനങ്ങളോടുള്ള പ്രതികരണം എന്താണ്? ഗോകുൽ, ഇന്നത്തെ KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഏറ്റവും പ്രധാനമായും VM സുധീരൻ വേഴ്സസ് അതർ കോൺഗ്രസ് ലീഡേഴ്സ് എന്നുള്ള നിലയിലായിരുന്നു ഒരു വാക്കുതർക്കം ആദ്യഘട്ടത്തിൽ പോയത്. VM സുധീരൻ നിരവധി വിമർശനങ്ങളാണ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത്. അത് പ്രധാനമായും 2 വർഷത്തിലധികമായി തന്നോട് ഒരു കാര്യങ്ങളും ആരും കൂടിയാലോചിക്കാറില്ല, പാർട്ടി നേതൃത്വം സമ്പൂർണ്ണ പരാജയമാണ്, 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്ന പാർട്ടി 5 ഗ്രൂപ്പായി എന്നുള്ളത് മാത്രമാണ് പുതിയ നേതൃത്വത്തിൻ്റെ നേട്ടം എന്ന് തുടങ്ങിയ വലിയ വിമർശനങ്ങൾ VM സുധീരൻ ഉന്നയിച്ചിരുന്നു. VM സുധീരൻ മാത്രമല്ല കേന്ദ്രത്തിലേക്കും ഹൈക്കമാൻഡിനെ
കോൺഗ്രസിനെയും AICCയെയും ഉൾപ്പെടെ വിമർശിക്കുകയും ചെയ്തിരുന്നു. മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിനുള്ളത്, അത് തിരുത്തണം എന്നുള്ളതുൾപ്പെടെ പറഞ്ഞിരുന്നു. അതിന് മറുപടി കേൾക്കാതെ തന്നെ മടങ്ങാൻ ശ്രമിച്ച VM സുധീരനെ കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പിടിച്ചിരുത്തി മറുപടി പറഞ്ഞ ശേഷമായിരുന്നു വിട്ടത്. അങ്ങനെ ഒരു മൃദു ഹിന്ദുത്വവും കോൺഗ്രസിനില്ല, കോൺഗ്രസിന്റെ നിലപാട് മതേതരത്വമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ശശി തരൂരും VM സുധീരനെതിരെ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. ആ വാർത്താ സമ്മേളനത്തിലാണ് VM സുധീരനുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നു വന്നപ്പോൾ, അത് ദീപാദാസ് മുൻഷിയോടായിരുന്നു ആ ചോദ്യം ഉയർന്നു വന്നത്. അപ്പോഴാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ തന്നെ അതിൽ ഇടപെട്ട് മറുപടി പറഞ്ഞത്. ഏറെക്കാലത്തിന് ശേഷം പാർട്ടി യോഗത്തിലേക്ക് കയറി വന്നയാളാണ് VM സുധീരൻ. ഇത്രയും കാലം അദ്ദേഹത്തിനോട് പലതവണ താൻ വീട്ടിൽ പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ പാർട്ടി വിട്ടിരുന്നു എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ പാർട്ടി വിട്ടു എന്ന് തന്നോട് പറഞ്ഞു എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞ K സുധാകരൻ കുറച്ചല്പം കൂടി കഴിഞ്ഞതോടുകൂടി അത് തിരുത്തി. അതിനുശേഷം VM സുധീരൻ അഭിപ്രായം പറഞ്ഞ ശേഷം പോയി. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി മാത്രം കണ്ടാൽ മതി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് മറുപടി പറയാൻ പോലും താൻ വില കൽപ്പിക്കുന്നില്ല എന്നൊരു രൂക്ഷമായ പ്രതികരണം നടത്തി. അതിനുശേഷം പാർട്ടി വിട്ടു എന്നല്ല, പാർട്ടിയിൽ നിന്നും തൽക്കാലം സഹകരിക്കാനില്ല എന്നാണ് VM സുധീരൻ പറഞ്ഞത് എന്ന നിലയിൽ തിരുത്തി. എന്തായാലും VM സുധീരനും K സുധാകരനും തമ്മിലുള്ളൊരു വഴക്ക് അത് പരസ്യമായി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നു വന്ന ചർച്ചകളിൽ പ്രധാനമായും അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. അയോധ്യയിൽ എത്രയും പെട്ടെന്ന് ഹൈക്കമാൻഡ് നിലപാട് സ്വീകരിക്കണം എന്നുള്ളൊരു കോൺഗ്രസിൻ്റെ കേരളത്തിലെ പൊതുവികാരം AICC അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, സമരാഗ്നി എന്ന പേരിൽ KPCC അധ്യക്ഷൻ നയിക്കുന്ന ഒരു സംസ്ഥാന ജാഥയെക്കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അത് ജനുവരി 21 തന്നെ ആരംഭിക്കും. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ജാഥയാണുള്ളത്. അത് ഈ KPCC അധ്യക്ഷൻ നാളെ മുതൽ അമേരിക്കയിലേക്ക് പോകും. അമേരിക്കയിൽ ചികിത്സയിൽ പോയതിനു ശേഷം തിരികെ വന്നതിന് ശേഷമാകും ഈ ജാഥ. വിപുലമായ ആലോചനകൾ നടന്നു, കർമ്മ പദ്ധതികളൊക്കെ തയ്യാറായി എക്സിക്യൂട്ടീവ് യോഗത്തിൽ. അപ്പോഴും VM സുധീരനും K സുധാകരനും തമ്മിലുള്ള ഒരു വാക്പോരാണ്. ഒരു പക്ഷേ പുറത്തേക്ക് വന്ന് പരസ്യമായ ഒരു വാക്പോരിലേക്ക് അത് മാറി എന്നത് മാത്രമാണ് ഇന്നത്തെ KPCC എക്സിക്യൂട്ടീവ് യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപവാദം എന്ന നിലയിൽ പുറത്തേക്ക് വന്നത്. അത് കേരളത്തിന് ചുമതലയുള്ള ദീപദാസ് മുൻഷി ചുമതലയെടുത്ത് വന്ന യോഗത്തിൽ തന്നെയാണ് ഈ നേതാക്കൾ തമ്മിലുള്ള ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ വഴക്ക് പുറത്തു വന്നതെന്നും ശ്രദ്ധേയമാണ്. ജനുവരി 22 ചരിത്ര നിമിഷത്തിനായി ലോകം കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാംലല്ലയ്ക്ക് ഇപ്പോഴാണ് സ്ഥിരം വാസസ്ഥലമായത്. 17,000 കോടി രൂപയുടെ പദ്ധതികളാണ് അയോധ്യയിൽ നടപ്പാക്കുന്നത്. അയോധ്യയിലെ ജനങ്ങൾക്ക് ഇത് അഭിമാന നിമിഷമാണെന്നും വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി. മഹർഷി വാൽമീകി രാജ്യാന്തര വിമാനത്താവളമെന്നാണ് പേര് നൽകിയിരിക്കുന്നത്. आज यहाँ 15,000 करोड़ रुपए से अधिक के विकास कार्यों का शिलान्यास और लोकार्पण हुआ है। इंफ्रास्ट्रक्चर से जुड़े ये काम आधुनिक अयोध्या को देश के नक्शे पर फिर से गौरव के साथ स्थापित करेंगे. അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആർക്കെ മുമ്പ് എങ്ങനെ ഗുജറാത്ത് മോഡൽ വികസനം മുന്നോട്ട് വെച്ചോ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രചാരണം നൽകുന്നു? അയോധ്യ എന്നത് വികസനവും വിശ്വാസവും എല്ലാം ചേർന്നുകൊണ്ട് BJPയുടെ ഒരു പ്രചാരണ വേദിയായി മാറുകയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഗോകുൽ. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ മുതൽ സ്വീകരിച്ച അഥവാ റോഡ് ഷോ മുതലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട നൽകുന്നതായിരുന്നു. വിശ്വാസം ഉണ്ട്, അതിനൊപ്പം വികസനം അനുബന്ധമായിട്ട് നടക്കുന്നുണ്ട്. രാമൻ രാജ്യത്തിന്റെ പ്രതീകമാണ്. ലോകം തന്നെ 22-ാം തീയതി നടക്കുന്ന ഈ ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അയോധ്യ വിമാനത്താവളം ലോകത്തെ അയോധ്യയുമായി ബന്ധിപ്പിക്കും. അയോധ്യയിലേക്ക് വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകും. അയോധ്യ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കാണാത്ത വലിയ വികസന പ്രവർത്തികളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അയോധ്യയെ വികസിപ്പിക്കുക എന്നുള്ളത് എല്ലാ വിധത്തിലും രാജ്യത്ത് മേന്മ നൽകുന്ന ഒരു ഘടകമായിരിക്കും. വികസനം എന്ന അജണ്ടയിലാണ് മുന്നോട്ട് പോകുന്നത്. രാജ്യത്തിന്റെ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസങ്ങളും പാരമ്പര്യവും മുറുകെ പിടിക്കാനായി തങ്ങൾ ശ്രമിക്കും എന്നതുൾപ്പെടെ വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശം കൂടി നൽകുന്ന പ്രസ്താവനകളായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അയോധ്യയിലെ പുതുക്കിയ റെയിൽവേ സ്റ്റേഷനും പുതുതായി പണി കഴിപ്പിച്ച അന്താരാഷ്ട്ര വിമാനത്താവളവും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. അദ്ദേഹം റോഡ് ഷോ നടത്തിയ ഘട്ടത്തിൽ റോഡിന് ഇരുവശവും വലിയ ജനസഞ്ചയമാണ് ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട് വന്നത്. നിരവധി BJP പ്രവർത്തകരും പങ്കെടുത്തു. ഇന്നു മുതൽ
22 വരെ നീളുന്ന വിപുലമായിട്ടുള്ള വിവിധ പരിപാടികൾ അടക്കമാണ് ഈ ശരി, ആർക്ക് ഏതായാലും BJP-യുടെ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിന്റെ തുടക്കം എന്ന നിലയിൽ തന്നെയാണ് അയോധ്യയിലെ ഓരോ പരിപാടികളെയും കാണുന്നത്. അത്തരത്തിലാണ് പ്രതികരണങ്ങൾ, വികസനവും വിശ്വാസവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അയോധ്യ അതിന് പറ്റിയ ഒരു പ്രചാരണ വേദി കൂടിയായി മാറുന്നുണ്ട് BJP-ക്ക്. പ്രധാനമന്ത്രി അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇന്ന് നടത്തുകയും ചെയ്തത്. കേരളത്തിലെ നാലമ്പല യാത്ര പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യയിൽ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് കേരളത്തിൽ നടക്കുന്ന നാലമ്പല യാത്ര രാമസങ്കല്പത്തിന്റെ ഭാഗമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. यहाँ बहुत कम लोगों को पता होगा कि केरला में भगवान राम और उनके भाइयों भरत, लक्ष्मण और शत्रुघ्न के धाम की भी यात्रा होती है. ये यात्रा नालंबम यात्रा के नाम से जानी जाती है. इसके अलावा देश में कितनी ही परिक्रमाएं भी जारी रही है. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും. ജമ്മു കശ്മീരിലെ പൂഞ്ചിലെത്തിയ PDP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തിയെ പോലീസ് തടഞ്ഞു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, എന്താണ് പോലീസിന്റെ ഈ നടപടിക്ക് പിന്നിൽ? ജമ്മു കാശ്മീരിലെ പൂഞ്ചിലെത്തിയ PDP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തിയാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, എന്താണ് പോലീസ് ഇത്തരത്തിൽ മെഹബൂബ മുഫ്തിയെ തടയാനുള്ള സാഹചര്യം? ഗോകുൽ, പൂഞ്ചിൽ മെഹബൂബ മുഫ്തി സന്ദർശിക്കുന്ന ഘട്ടത്തിലായിരുന്നു കശ്മീർ പോലീസ് തടഞ്ഞത്. നിലവിൽ കശ്മീർ പോലീസ് മെഹബൂബ മുഫ്തിയെ തടഞ്ഞിരിക്കുകയാണ്. കാൽനടയായി മെഹബൂബ മുഫ്തി 2 കിലോമീറ്റർ നടന്നതിന് പിന്നാലെ തന്നെ പോലീസ് തടയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് പൂഞ്ചിലെ ഭീകരാക്രമണത്തിന് ശേഷം 3 യുവാക്കളെ സേന ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അതിനുശേഷം ഈ 3 യുവാക്കൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഈ കുടുംബാംഗങ്ങളെ കാണാൻ മെഹബൂബ മുഫ്തി പോയ ഘട്ടത്തിലായിരുന്നു കശ്മീർ പോലീസ് ഇവരെ തടഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നേരത്തെ BJP നേതാക്കളും അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടി നേതാക്കളെല്ലാം തന്നെ വന്ന ഘട്ടത്തിൽ പോലീസ് ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. എന്തായാലും മേഖലയിൽ ഇപ്പോൾ കൂടുതൽ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. ഈ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാതെ പിന്മാറില്ല എന്നാണ് മെഹബൂബ മുഫ്തി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് മെഹബൂബ മുഫ്തി പൂഞ്ചിൽ DKS എന്ന മേഖലയിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ പോലീസ് അനുവദിച്ചിരുന്നില്ല. ഇപ്പോഴും പോലീസ് മെഹബൂബ മുഫ്തിയെ തടഞ്ഞുകൊണ്ട് അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മേഖലയിൽ ഇപ്പോൾ മെഹബൂബ മുഫ്തിയും അതോടൊപ്പം തന്നെ അവരോടൊപ്പം വന്ന ആളുകളും പ്രതിഷേധിക്കുകയാണ്. ശരി നിതിൻ, തുടരുക. മറ്റൊരു വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. രാജസ്ഥാനിൽ BJP മന്ത്രിസഭ വികസിപ്പിച്ചു. കരോടിലാൽ മീനയും രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, ഈ മന്ത്രിസഭയിലെ പുതിയ ആളുകളെ കൂടി ചേർക്കുന്നുണ്ട്. റാത്തോഡിനെതിരെയൊക്കെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി സമയത്തൊക്കെ പ്രതിഷേധമുയർന്നതാണല്ലോ. ഗോകുൽ, ഇപ്പോൾ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡും അതോടൊപ്പം തന്നെ കിരോടിലാൽ മീന ഉൾപ്പെടെയുള്ള 22 പേരാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഗവർണർ കൽരാജ് മിശ്ര ഇന്ന് ജയ്പൂരിലെ രാജ്ഭവനിൽ ചേർന്ന ചടങ്ങിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇതിൽ 12 പേർ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരാണ്. മറ്റുള്ളവരെല്ലാം തന്നെ സ്വതന്ത്ര ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചപ്പോൾ തന്നെ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിന്റെ പേരടക്കം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മന്ത്രി ഇപ്പോൾ പരിഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വകുപ്പുകൾ സംബന്ധിച്ച് ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല. വൈകാതെ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 115 സീറ്റുകൾ നേടിയാണ് BJP സംസ്ഥാനത്ത് അധികാരം തിരിച്ചുപിടിച്ചത്. അതിനുശേഷം ഏറെ ദിവസം ചർച്ചകൾ നടന്നു വരികയാണ്. അതിനുശേഷമാണ് ഇന്ന് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നത്. 22 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. രാജസ്ഥാനിൽ പുതിയ 2 മന്ത്രിമാർ കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു രാജസ്ഥാനിലെ BJP മന്ത്രിസഭയിലേക്ക്. മറ്റൊരു വാർത്തയിലേക്ക്. പുതുവത്സരാഘോഷങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ കർശന നടപടികളുമായി പോലീസ്. ഫോർട്ട് കൊച്ചിയിൽ 1000-ലേറെ പോലീസുകാരെ നിയോഗിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ A. അക്ബർ പറഞ്ഞു. നാളെ വൈകിട്ട് 3 മണി മുതൽ ഫോർട്ട് കൊച്ചിയിലേക്ക് ഗതാഗതം അനുവദിക്കില്ല. ലഹരി പരിശോധന വ്യാപകമാക്കുമെന്നും A. അക്ബർ പറഞ്ഞു. മാനവീയം വീഥിയിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവും അറിയിച്ചു. ബീച്ചുകളിലും ഹോട്ടലുകളിലും 12 മണിക്ക് ശേഷം ആഘോഷം അനുവദിക്കില്ല. 13 DYSPമാർ, 25 ഇൻസ്പെക്ടർമാർ, 60 SIമാർ ഉൾപ്പെടെ 1000-ൽ പരം പോലീസുകാരെ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മാത്രമായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ സിറ്റിയിലും മറ്റ് ഭാഗങ്ങളിലും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് പല ആഘോഷങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2000-ഓളം പോലീസുകാർ സിറ്റിയിൽ മാത്രം കൊച്ചി സിറ്റിയുടെ കീഴിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്കായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. 12 മണിക്ക് ഇനി നമുക്ക് ബീച്ച് ഭാഗത്തൊക്കെ എൻട്രി കൊടുക്കില്ല. അത് എല്ലാ വർഷം ചെയ്യുന്നതാണ്. ബാരിക്കേഡ് ചെയ്തിട്ട് ഓൺലി എക്സിറ്റ് മാത്രമേ നമ്മൾ അനുവദിക്കാറുണ്ട്. എൻട്രി ഇനി നമ്മൾ 12 മണി കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് അനുവദിക്കില്ല, ഏത് ബീച്ചാണെങ്കിലും.
പിന്നെ ഹോട്ടൽസിലെ DJ പാർട്ടീസ് ആണെങ്കിൽ 12:30 വരെ എല്ലാ കാര്യങ്ങളും അവർ തീർക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് 12 ആണെങ്കിൽ ഒരു 12:40 ആവും. പക്ഷേ ആ സമയം വരെ എല്ലാ കാര്യങ്ങളും അവർ പുറത്തേക്ക് അയക്കണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, ആഘോഷങ്ങൾ അതിരിവിടാതിരിക്കാൻ അതീവ ജാഗ്രതയിൽ പോലീസ് അല്ലേ? ഗൂഗിൾ ഈ കഴിഞ്ഞ മാസം കുസാറ്റിലുണ്ടായ ദുരന്തം, ഒപ്പം 2022 ഫോർട്ട് കൊച്ചി കാർണിവലിനിടയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. അന്ന് തിക്കിലും തിരക്കിലും പെട്ട് 100-ലധികം ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ആളുകളെ സമീപത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. ഈ രണ്ട് സംഭവങ്ങളും മുന്നിൽ കണ്ടാണ് പോലീസ് ഇപ്പോൾ കൊച്ചിയിൽ കർശന സുരക്ഷ ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ പ്രവേശിക്കുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനാണ് തീരുമാനം. കഴിഞ്ഞ വർഷം 5 ലക്ഷത്തിലധികം ആളുകൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരുന്നു. പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ ഒത്തുകൂടിയിരുന്നു. ഈ തിക്കിലും തിരക്കിൽപ്പെട്ടാണ് ഒരു അപകട സമാനമായ ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തവണ എന്തായാലും 1.5 ലക്ഷത്തോളം പേരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് രാവിലെ മുതൽ തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. പോലീസ് ബാരിക്കേഡ്, ഫോർട്ട് കൊച്ചിയിലേക്ക് പ്രവേശനമുള്ള കവാടങ്ങളിൽ ബാരിക്കേഡ് വെച്ചിട്ടായിരിക്കും വാഹനങ്ങളെ കടത്തിവിടുക. ഒപ്പം തന്നെ 3 മണിക്ക് ശേഷം ഒരു വാഹനങ്ങളും ഫോർട്ട് കൊച്ചിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്ന റോറോ സർവീസിനും നിയന്ത്രണം ഉണ്ടാകും. വൈകിട്ട് 4 മണി വരെ മാത്രമേ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. 7 മണി വരെ ആളുകൾക്കും പ്രവേശനമുണ്ട്. അതിനുശേഷം രാത്രി 12 മണി വരെ വൈപ്പിനിൽ നിന്നും റോറോ സർവീസ് ഫോർട്ട് കൊച്ചിയിലേക്ക് ഉണ്ടായിരിക്കുന്നതല്ല. മാത്രമല്ല, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായിട്ട് വനിതാ പോലീസ് മഫ്തിയിൽ ആ ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടാകും. ഒപ്പം തന്നെ 100 നിരീക്ഷണ ക്യാമറകളും ഒരുക്കിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ പ്രത്യേക ഒരു പോലീസ് കൺട്രോൾ റൂം തന്നെ തുറന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഫോർട്ട് കൊച്ചിയിലെ കാർണിവൽ നടക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ പരേഡ് ഗ്രൗണ്ട്, ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിലാണ് കഴിഞ്ഞ ദിവസം തിക്കിലും തിരക്കിലും പെട്ട ഒരു അനിഷ്ട സംഭവം ഉണ്ടായത്. എന്തായാലും ഇത്തവണ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിൽ 40,000 പേരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ പോലീസ് കർശനമായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത്തവണ ഈ അനിഷ്ട സംഭവങ്ങളുടെ ആൾക്കൂട്ട ആഘോഷങ്ങളിലെ തിരക്കിനുമൊക്കെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കുസാറ്റിലെ സമാനമായ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ മുൻകരുതൽ സ്വീകരിക്കുന്നു പോലീസ്. ഫോർട്ട് കൊച്ചിയിലേക്ക് പ്രവേശനം ഇത്തവണ പരിമിതപ്പെടുത്തുമെന്ന് കൂടി ഓർക്കുക. തിരികെ വാർത്തകളിലേക്ക് ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ്, സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.